മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ശബരിമല നട തുറന്നു. ദീപാരാധനയ്ക്ക് മുൻപായി തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. സനോജ്, ക്ഷേത്ര നട തുറന്നിട്ടുണ്ട്. ഒപ്പം ഇന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് നടക്കാൻ പോകുന്നത്. ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? ഭക്തജന തിരക്കുണ്ടോ? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അശ്വതി, ഭക്തജന തിരക്ക് ഒരു വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ സന്നിധാനത്തേക്ക്, പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. തങ്കയങ്കിയെ സ്വീകരിക്കാൻ വേണ്ടി ശബരിമല ക്ഷേത്ര സന്നിധിയിൽ നിന്നും ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ശരംകുത്തിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണഗതിയിൽ ക്ഷേത്രനട തുറക്കുന്നത് 3 മണിയോടുകൂടിയാണ്. എന്നാൽ ഇന്ന് 5 മണിക്കാണ് ക്ഷേത്രം തുറന്നത്. കാരണം ദീപാരാധന, ഇന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് നടക്കുക. ആ ദീപാരാധനയുടെ മുന്നൊരുക്കം എന്ന നിലയിലാണ് 5 മണിക്ക് ക്ഷേത്രനട തുറക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. കാരണം തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ഇങ്ങോട്ട് സുഖകരമായി വരുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സോപാനത്തിൽ നിന്നും തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി തേങ്ങയുടച്ച്, ഗണപതിക്ക് മുമ്പിൽ, അയ്യപ്പ ക്ഷേത്രത്തിന് സമീപമുള്ള ഗണപതി ക്ഷേത്രത്തിന് മുമ്പിൽ തേങ്ങയുടച്ച് തങ്കയങ്കിയെ വരവേൽക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ശരംകുത്തിയിലേക്ക് നീങ്ങുകയാണ്. ഇതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഈ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ശരംകുത്തിയിലേക്ക് നീങ്ങും. ശരംകുത്തിയിൽ തങ്കയങ്കിയെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ചേർന്ന് സ്വീകരിക്കും. പിന്നീട് അവിടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി അവിടെ നിന്നും സ്വീകരിച്ചാണ് ഇങ്ങോട്ടേക്ക് ആനയിച്ച് കൊണ്ടുവരിക. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എത്തുന്നതിന് ശേഷമാണ് 6:30 ഇവിടെ എത്തുക. അപ്പോഴേക്കും ഇപ്പോൾ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് ഇന്ന് നടക്കുക. അതിനുവേണ്ടിയുള്ള ഇപ്പോൾ ക്ഷേത്രം ദേവസ്വം ബോർഡ് ഭാരവാഹികൾ എല്ലാവരും ചേർന്ന് ഇപ്പോൾ തങ്കയങ്കിയെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ കാഴ്ചകളാണ്, ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വിപുലമായ ക്രമീകരണങ്ങളായിരുന്നു. മുമ്പും കണ്ടിട്ടില്ലാത്ത വിധം വലിയ തോതിലുള്ള ഒരു ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് തീർത്ഥാടകരുടെ പ്രവാഹം വളരെ വലിയ തോതിലായിരുന്നു ഉള്ളതുകൊണ്ട് തന്നെ 11 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം പിന്നീട് തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. കാരണം തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് സുഖകരമായ പാത ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തരം ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, മറ്റ് ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളെല്ലാവരും ചേർന്ന് തങ്കയങ്കിയെ സ്വീകരിക്കാൻ വേണ്ടി ശബരിമല ക്ഷേത്ര സന്നിധിയിൽ നിന്നും ശരംകുത്തിയിലേക്ക് യാത്രയാവുന്നതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശബരിമല ക്ഷേത്ര സന്നിധിയിലെ വടക്കേ നടവഴിയാണ് ഈ ക്ഷേത്ര ഭാരവാഹികൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവർ ശരംകുത്തി വരെയാണ് പോവുക. ശരംകുത്തിയിൽ നിന്നും സ്വീകരിച്ചാണ് തങ്കയങ്കിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. പിന്നീട് കൊടിമരച്ചൂട്ടിൽ, സോപാനത്തിന് മുമ്പിലുള്ള കൊടിമരച്ചൂട്ടിൽ പ്രത്യേക സ്വീകരണം നൽകും. അതിനുശേഷം ദീപാരാധന തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് ഇന്ന് നടക്കുക. നാളെയാണ് മണ്ഡലപൂജ നടക്കുന്നത്. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 11 മണിയോടുകൂടിയാണ് മണ്ഡലപൂജ ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, തിരക്കൊഴിഞ്ഞ സന്നിധാനമാണ്. തീർത്ഥാടകർക്ക് ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീർത്ഥാടകരെ ഒന്നും ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇനി തീർത്ഥാടകർക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് പ്രവേശനം അനുവദിക്കുക ദീപാരാധനയ്ക്ക് ശേഷമാണ്. ദീപാരാധനയിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം തീർത്ഥാടകർക്ക് ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഇന്ന് രാത്രി പതിവ് പോലെ 11 മണിയോടുകൂടി ക്ഷേത്രനട അടയ്ക്കും. നാളെ രാവിലെ 9:30 വരെയാണ് നെയ്യഭിഷേക ചടങ്ങുകൾ ഉണ്ടാവുക. പിന്നീട് മണ്ഡലപൂജ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം നാളെ രാത്രി 11 മണിയോടുകൂടി ക്ഷേത്രനട അടയ്ക്കും. എല്ലാവിധ തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളും ഇപ്പോൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അശ്വതി. ശരി, മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ശബരിമല നട തുറന്നിട്ടുണ്ട്. ദീപാരാധനയ്ക്ക് മുൻപായി തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. ഒരുക്കങ്ങളെല്ലാം സന്നിധാനത്ത് പൂർണ്ണമാണ്. വിവരങ്ങളാണ് സന്നിധാനത്തു നിന്നും സനോജ് സുരേന്ദ്രൻ നൽകിയത്.